ഹലോ ഗായ്സ്, അപ്പം ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മളിന്ന് കൊല്ലൂർ പോവാണ്. പ്ലാനിങ് എന്നല്ല, കുറേ തവണ നമ്മൾ ആലോചിച്ചു പോവാമെന്ന്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. അമ്മ പറയുന്ന പോലെ മൂകാംബിക ദേവിക്ക് നമ്മളെ കാണാൻ തോന്നുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് അതിനുള്ള അവസരം വരിക പറയും. അങ്ങനെ കാലത്തൊരു 9 മണിക്ക് പുറപ്പെട്ട നമ്മൾ 2 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തി. അങ്ങനെ റൂം എടുത്ത് കുളിച്ച് നമുക്ക് ഈവനിങ് തന്നെ തൊഴാൻ പോകണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതേ റെഡിയായി ഒരു 4 ആയപ്പോഴേക്കും അമ്പലത്തിലെത്തി. പിന്നെ മുല്ലപ്പൂ മസ്റ്റാണല്ലോ, മുല്ലപ്പൂവും വാങ്ങി ചെരുപ്പ് കൗണ്ടറിലും കൊടുത്ത് നമ്മൾ ഉള്ളിക്ക് കയറി. ഏറ്റവും ഫേവറേറ്റ് അമ്പലങ്ങളിൽ ഒന്നാണ് കൊല്ലൂർ. എന്തോ മനസ്സിന് നല്ല സന്തോഷം കിട്ടും ഇവിടുന്ന് തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്, ഇവിടെ മെയിനായിട്ട് നമ്മൾ കുങ്കുമാർച്ചനയും നെയ്വിളക്കാണ് കഴിപ്പിക്കുക. സോ അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു കുങ്കുമത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെ ഒക്കെ സ്മെല്ല് വരും. പിന്നെ രാത്രി ആയാലും ഇവിടെ അന്നദാനം ഉണ്ട്. പിന്നെ അന്നദാനത്തിന് മുന്നേ ഒരു ചുക്ക് കാപ്പി പോലത്തെ ഒരു കാപ്പിയും കിട്ടും. അതെടുത്തൊരു സ്പെഷ്യൽ സാധനമാണ്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം കാലത്ത് 5 മണിക്ക് അമ്പലത്തിലെത്തി. വിചാരിച്ചത്ര തിരക്കുണ്ടായിട്ടില്ലെങ്കിലും വൈകുന്നേരത്തേനേക്കാളും തിരക്കുണ്ടായിരുന്നു. ചെറിയൊരു ക്യൂ നിൽക്കേണ്ടി വന്നു. എന്നാലും കാലത്ത് എപ്പോഴും കുറച്ച് റഷ് ഉണ്ടാവാറുണ്ട്. പക്ഷെ പണ്ടൊന്നും നമ്മൾ വന്നപ്പോൾ ഉണ്ടായത്ര റഷ് ഉണ്ടായിരുന്നില്ല. ഒരു 1/4 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ത്രിമധുരമാണ്. പിന്നെ നമ്മൾ ത്രിമധുരവും വാങ്ങി ഒന്ന് പുറത്ത് കുറച്ച് സമയം ഇരുന്നു. എന്താ വെച്ചാൽ അത്രയും ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ കൊല്ലൂരേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാലാണെങ്കിൽ പോവാനും തോന്നില്ല. അത്രക്കും നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. എന്താ വെച്ചാൽ ചിലപ്പം ആരെങ്കിലും മറ്റേ കുഴൽ ഊതുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ചെണ്ട കൊട്ടുന്നുണ്ടാവും. പിന്നെ കുങ്കുമത്തിൻ്റെ സ്മെല്ല്, മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്, അങ്ങനെ വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് എത്ര പറഞ്ഞാലും എൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫീലിങ്സ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അത്രക്കും നല്ലൊരു രസമാണ്. അപ്പം പിന്നെ മസ്റ്റായിട്ടും എല്ലാവരും അറിയുന്നുണ്ടാവും, കൊല്ലൂർ വന്നു കഴിഞ്ഞവരൊക്കെ കുടജാദ്രി പറഞ്ഞൊരു സ്ഥലത്ത് പോകുന്നുണ്ടാവും. അപ്പം പെർ ഹെഡ് 500 രൂപ വെച്ച് അവർ ജീപ്പിലാണ് നമ്മളെ കുടജാദ്രിയിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം കുടജാദ്രി പോകണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പെട്ടെന്ന് നമ്മൾ പ്ലാനൊക്കെ ചേഞ്ച് ചെയ്തു. നമുക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് കുടജാദ്രി നമ്മൾ ക്യാൻസൽ ചെയ്തു. അടുത്ത നമ്മൾ പോയത് കുട്ടിക്കാലത്തെ ഏറ്റവും വലിയൊരു ഓർമ്മയിലേക്കാണ്, സൗപർണിക. ഇവിടെ നമ്മൾ പണ്ട് വന്ന് എല്ലാവരും കൂടി കുളിക്കുന്നതും പിന്നെ മറ്റു പൊരിയിട്ട് മീനിനെ വരുത്തുന്നതും അതെല്ലാം എത്രയോ വലിയ മെമ്മറീസാണ്. അപ്പം നമ്മളൊന്ന് സൗപർണികയിലും കൂടി പോയി ഒരു കോഫിയും കുടിച്ച് റൂമിലേക്ക് വന്നു. ഇനി നമ്മൾ പോകണ അടുത്ത ഡെസ്റ്റിനേഷൻ അതാണ് ശൃംഗേരി. കൊല്ലൂരിൽ നിന്ന് ഒരു 112 കിലോമീറ്റർ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 4 hours എടുക്കും. കുറച്ച് ഹെയർ പിന്നൊക്കെ ഉള്ളൊരു റോഡാണ്. അപ്പം ഡ്രൈവ് ചെയ്യുന്നവർ അത്യാവശ്യം കെയർഫുള്ളായി ഡ്രൈവ് ചെയ്യാം. പിന്നെ പോകുമ്പോൾ ഡ്രൈവ് ചെയ്തത് ഞാനായതുകൊണ്ട് എനിക്ക് ആ പോണ വഴിയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാറ് പാർക്ക് ചെയ്യാൻ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ 2 ശ്രീ ശൃംഗേരി ശാരദാ പീഠത്തിലെത്തി. ഒരു കിടിലൻ സ്ഥലമാണ്. നമുക്ക് പെട്ടെന്ന് ഹംപി ഫീലൊക്കെ വരും. നല്ല ഇഷ്ടമായി. ഇവിടെ ഒരു അമ്പലമുണ്ട്, പിന്നെ ഒരു മഠമാണുള്ളത്. ആദിശങ്കരൻ ഉണ്ടാക്കിയതാണ് ഈ മഠം. ഇന്ത്യയിൽ 4 സ്ഥലത്തുണ്ട്. സൗത്ത് ഇന്ത്യയിലെ മഠം സ്ഥിതി ചെയ്യുന്നതാണ് ഈ ശൃംഗേരി പറഞ്ഞ സ്ഥലത്ത്. ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടമായത് കുറേ ആനക്കുട്ടന്മാരുണ്ട് ഇവിടെ. പിന്നെ തുങ്ക പറഞ്ഞൊരു റിവറും ഉണ്ട്. എനിക്കറിയില്ല തുങ്ക എന്നാണോ ടങ്ക എന്നാണോ ഇത് പ്രൊനൗൺസ് ചെയ്യാന്ന്. അപ്പം തുങ്ക റിവറും ഈ ആനകളുമാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ ആനകളെ കാണാൻ പ്രത്യേക ഒരു ഐശ്വര്യമാണ്. മറ്റേ നെറ്റിയിൽ കുറിയൊക്കെ ഇട്ട് ഇങ്ങനെ കാലിൽ മണിയൊക്കെ ഇട്ടിട്ടാണ് ഈ ആനകൾ ഉണ്ടാവുക. നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് അവർ ആനകളെ വളർത്തുന്നത്. പിന്നെ നമ്മൾ പോയത് ഈ തുങ്ക റിവറിലാണ്. നമ്മൾ അമ്പലത്തിലേക്ക് വരുന്ന വഴി കുറേ പേര് റസ്കും പൊരിയൊക്കെ വിൽക്കുന്നത് കാണാം. പക്ഷെ നമുക്കത് എന്തിനാണെന്ന് മനസ്സിലായിണ്ടായില്ല. നമ്മൾ വെച്ചത് കുടുംബശ്രീത്തെ ചേച്ചിമാർ വിൽക്കുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. അത് വാങ്ങിയിട്ട് ഈ പുഴയിൽ ഇട്ട് കൊടുത്താൽ
ഇവിടുത്തെ മീനുകളൊക്കെ അത് കൊത്തി തിന്നാൻ വരും. പിന്നെ മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞു മീനാണ് മനസ്സിൽ വിചാരിക്കുന്നില്ല, ഭയങ്കര വലിയ മീനുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവർ നന്നായിട്ട് കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ മീനിനെ തൊടാനോ ഒന്നും പറ്റില്ല. അവിടെ ഒരു കൈവരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ. അപ്പം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മളിതിന് സാധനങ്ങൾ ഫുഡ് ഇട്ട് കൊടുക്കാൻ. മാത്രമല്ല നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡൊന്നും ഇതിന് കൊടുക്കാനും പാടില്ല. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ആ മഠത്തിലേക്ക് പോയി. മഠത്തിലേക്ക് പോണത് ഒരു തൂക്കുപാലത്തിൽ കൂടിയാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മീനുകളെ കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞതിൽ ഒരു ആന. കണ്ടില്ലേ, നല്ല ഭസ്മൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ടാണ് പോണ്ടായത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും നമുക്ക് മീനിനെ മേളിൽ നിന്ന് നോക്കുമ്പോഴാണ് ആ മീനിൻ്റെ സൈസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. പിന്നെ മഠത്തിൽ പോയപ്പോൾ അവിടെ കുറേ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടായി. പിന്നെ ഉച്ചക്ക് അന്നദാനം ഉണ്ട്. പിന്നെ അന്നദാനമൊക്കെ കഴിച്ച് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഇതുവരെ കൊല്ലൂർ പോകാത്തവരാണെങ്കിൽ എന്തായാലും പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അമ്പലമാണ്. പിന്നെ കൊല്ലൂർ പോണ വഴി നമുക്ക് പല ഓപ്ഷൻസും ഉണ്ട്. അതായത് ഒരു കുഞ്ഞു ട്രിപ്പൊക്കെ ആക്കിയാൽ നമുക്ക് വേണമെങ്കിൽ കൊല്ലൂർ മുരുടേശ്വരം പോവാം, ഇല്ലെങ്കിൽ കൊല്ലൂർ ശൃംഗേരി പോവാം. അങ്ങനെ നമുക്ക് ഒരു 2 ദിവസത്തെ കുട്ടി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അറ്റ്ലീസ്റ്റ് കൊല്ലൂരെങ്കിലും പോകാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.